കേരള രാഷ്ട്രീയത്തിലെ യുവതുർക്കികളിൽ ശ്രദ്ധേയനായ കോൺഗ്രസ് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി സംസ്ഥാന രാഷ്ട്രീയത്തിലെ പ്രധാന ചർച്ചാവിഷയമാണ്. യുവജന സംഘടനകളിലൂടെ വളർന്ന നിയമസഭയിലെത്തിയ ഒരു ജനപ്രതിനിധി ഗുരുതരമായ ലൈംഗിക പീഡന കേസുകളിൽ പ്രതിയാവുകയും തുടർന്ന് ഒളിവിലേക്ക് പോവുകയും ചെയ്ത സംഭവങ്ങൾ രാഹുലിന്റെ വ്യക്തിപരവും രാഷ്ട്രീയപരവുമായ ഭാവിയെ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. രണ്ട് വ്യത്യസ്ത ബലാത്സംഗ കേസുകളുമായി ബന്ധപ്പെട്ട് 15 ദിവസത്തെ ഒളിവ് ജീവിതം നയിച്ച രാഹുൽ കോടതികളിൽ നിന്ന് ലഭിച്ച താൽക്കാലിക ആശ്വാസത്തിന്റെ പശ്ചാത്തലത്തിൽ നാടകീയമായി പൊതുരംഗത്ത് പ്രത്യക്ഷപ്പെടുകയും പിന്നാലെ പോലീസിന്റെയും മാധ്യമങ്ങളുടെയും കണ്ണുവെട്ടിച്ച് സ്വന്തം വീട്ടിലേക്ക് യാത്ര ചെയ്യുകയും ചെയ്തു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന രണ്ട് ലൈംഗിക പീഡന കേസുകളാണ് അദ്ദേഹത്തെ ഒളിവ് ജീവിതത്തിലേക്ക് നയിച്ചത്. യുവജന നേതാവ് എന്ന നിലയിൽ പൊതുസമൂഹത്തിൽ വലിയ പിന്തുണ നേടിയിരുന്ന രാഹുലിന് ഈ കേസുകൾ വലിയ തിരിച്ചടിയായി മാറി. രാഷ്ട്രീയ പ്രേരിതമായ കേസാണോ അതോ ആരോപണങ്ങൾ യാഥാർത്ഥ്യമാണോ എന്നതിനെ ചൊല്ലി രാഷ്ട്രീയ രംഗത്ത് പൊതുസമൂഹത്തിലും വലിയ വാദപ്രതിവാദങ്ങൾ നടന്നു. കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടതോടെ നിയമപരമായ അറസ്റ്റ് ഒഴിവാക്കാനായി രാഹുൽ ഒളിവിൽ പോവുകയായിരുന്നു. ഒരു ജനപ്രതിനിധി പോലീസിനെ വെട്ടിച്ച് ഒളിവിലിരിക്കുന്നത് സംസ്ഥാന ഭരണകൂടത്തിനും പോലീസിനും വലിയ വെല്ലുവിളിയാണ്. ഇത് ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള രാഷ്ട്രീയ പോരാട്ടങ്ങൾക്ക് പുതിയ മാനം നൽകി. രാഹുലിന്റെ ഒളിവ് ജീവിതം കോൺഗ്രസിന് വലിയ പ്രതിരോധം സൃഷ്ടിച്ചപ്പോൾ വിഷയത്തെ CPM രാഷ്ട്രീയ ആയുധമാക്കി ഉപയോഗിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഏകദേശം 15 ദിവസമാണ് പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് ഒളിവിൽ കഴിഞ്ഞത്. ഈ ദിവസങ്ങളിൽ അദ്ദേഹത്തെ കണ്ടെത്താൻ പോലീസ് ഊർജിതമായ ശ്രമങ്ങൾ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. ബംഗളൂരു, കോയമ്പത്തൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ രാഹുൽ തങ്ങിയതായി പോലീസിന് സൂചനകൾ ലഭിച്ചിരുന്നു. വോട്ട് ചെയ്യുന്നതിന് 3 ദിവസം മുൻപ് വരെ പോലീസ് അന്വേഷണ സംഘം രാഹുലിന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നുവെന്ന് അവകാശവാദമുണ്ട്. എന്നാൽ ഈ ശ്രമങ്ങൾക്കൊന്നും രാഹുലിനെ കുറിച്ചുള്ള ഒരു തുമ്പും കണ്ടെത്താനായില്ല. മുൻകൂർ ജാമ്യം ലഭിക്കാനുള്ള സാധ്യതകൾ കണക്കിലെടുത്ത് രാഹുൽ ഒളിവിലിരുന്നത് തന്ത്രപരമായ നീക്കമായിരുന്നു. നിയമപരമായ വഴി തുറന്ന ശേഷം മാത്രം പുറത്തുവരിക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ഒളിവിലിരുന്നപ്പോഴും രാഹുലിന് നിയമപരമായ പിന്തുണ നൽകാൻ കോൺഗ്രസ് നേതൃത്വം ശ്രദ്ധിച്ചു. അദ്ദേഹത്തിന്റെ നിയമോപദേശം നൽകുന്ന സുഹൃത്തുക്കളും പാർട്ടി നേതാക്കളും ഈ ദിവസങ്ങളിൽ സജീവമായിരുന്നു. രാഹുലിന്റെ ഒളിവ് ജീവിതം അവസാനിച്ചതിനു ശേഷം അദ്ദേഹം പൊതുരംഗത്ത് പ്രത്യക്ഷപ്പെട്ടതിനും പിന്നിൽ നിർണായകമായ കോടതി ഉത്തരവുകളുണ്ട്. രാഹുലിനെതിരായ ആദ്യ ബലാത്സംഗ കേസിൽ അറസ്റ്റ് തടഞ്ഞുകൊണ്ട് ഹൈക്കോടതിയാണ് അദ്ദേഹത്തിന് വലിയ ആശ്വാസം നൽകിയത്. രാഹുൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീരുമാനം എടുക്കുന്നത് വരെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യരുതെന്ന് ഹൈക്കോടതിയുടെ ഉത്തരവ് പോലീസിന്റെ നീക്കങ്ങൾക്ക് തടയിട്ടു. പ്രോസിക്യൂഷൻ ഈ കേസിൽ ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല വിധി പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും നിലവിൽ രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല. രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ തിരുവനന്തപുരം സെഷൻസ് കോടതി രാഹുലിനെ ജാമ്യം അനുവദിച്ചു. ഇത് അറസ്റ്റ് ഒഴിവാക്കാൻ രാഹുലിന് വീണ്ടും സഹായകമായി. എന്നാൽ ഈ ജാമ്യം അനുവദിച്ചതിനെ പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തിട്ടുണ്ട്. അപ്പീൽ ഹൈക്കോടതിയിൽ എത്തിക്കഴിഞ്ഞു. ഈ നിയമപരമായ പോരാട്ടം ഇപ്പോഴും തുടരുകയാണ്. ഈ അനുകൂല സാഹചര്യങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ടാണ് നിലവിൽ രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് കഴിയില്ലെന്ന അവസ്ഥ വന്നത്. നിയമപരമായ അനുകൂല സാഹചര്യങ്ങളെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് പാലക്കാട് വോട്ട് ചെയ്യാൻ എത്തിയത് അതീവ നാടകീയമായിരുന്നു. രാഹുൽ പാലക്കാട് വോട്ട് ചെയ്യാൻ എത്തുമെന്ന് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്ക് വിവരം ലഭിച്ചത് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ്. MLA ആയതിനു ശേഷമുള്ള രാഹുലിന്റെ ആദ്യ വോട്ടായിരുന്നു ഇത്. രാഹുൽ ഉച്ചയോടെ തന്നെ പാലക്കാട് എത്തിയിരുന്നുവെന്നാണ് വിലയിരുത്തൽ. എന്നാൽ രാവിലെ വോട്ട് ചെയ്താൽ തിരഞ്ഞെടുപ്പ് ദിവസത്തെ ചർച്ച മുഴുവൻ ഇതായിരിക്കുമെന്നും അത് തനിക്ക് ദോഷകരമാകുമെന്നും അദ്ദേഹം തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് വോട്ടിംഗിന്റെ അവസാന മണിക്കൂറിലാണ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്താനായി പാലക്കാട് നഗരസഭയിലെ കുന്നത്തൂർമേട് സൗത്തിലെ സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിലെ ബൂത്തിലെത്തിയത്. വോട്ട് ചെയ്യുന്നതിനെ തുടർന്ന് 15 മിനിറ്റ് മുൻപ് മാത്രമാണ് MLA ഓഫീസിൽ വിവരം ലഭിച്ചത്. പോലീസിനും വിവരം ലഭിച്ചു. അവർ സുരക്ഷയൊരുക്കി. കോൺഗ്രസ് പ്രവർത്തകർ ബൊക്കെ നൽകി രാഹുലിനെ സ്വീകരിച്ചപ്പോൾ CPM പ്രവർത്തകർ കൂകി വിളികളോടെയാണ് അദ്ദേഹത്തെ എതിരേറ്റത്. സത്യം വിജയിക്കുമെന്നതായിരുന്നു മാധ്യമങ്ങളോട് രാഹുലിന്റെ പ്രതികരണം. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലായിരുന്ന ദിവസങ്ങളിൽ ബംഗളൂരിൽ നിന്ന് കോയമ്പത്തൂർ വഴി പാലക്കാട്ടുള്ള ഒരു സുഹൃത്തിന്റെ വീട്ടിലാണ് എത്തിയതെന്നാണ് ലഭ്യമായ വിവരം. വോട്ട് ചെയ്യാനാണ് അദ്ദേഹം MLAയുടെ വാഹനം അവിടേക്ക് വരുത്തിയത്. വോട്ട് രേഖപ്പെടുത്തിയ ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ യാത്ര പോലീസിനും മാധ്യമങ്ങൾക്കും ഒരുപോലെ ദുരൂഹതയുണ്ടാക്കി. കഴിഞ്ഞ ദിവസം രാത്രിയിൽ രാഹുൽ പാലക്കാട്ടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. മാധ്യമങ്ങൾക്കോ പോലീസിനോ അദ്ദേഹത്തിന്റെ യാത്രാ വഴി കണ്ടെത്താൻ സാധിച്ചില്ല. നേരത്തെ തൃശൂർ ഭാഗത്തേക്ക് പോകാൻ ശ്രമിച്ചുവെങ്കിലും മാധ്യമങ്ങളും പോലീസും പിന്തുടരുന്നുണ്ടെന്ന് മനസ്സിലാക്കി അദ്ദേഹം ആ ശ്രമം ഉപേക്ഷിച്ചു. ആരും അറിയാതെ രാഹുൽ എത്തിയത് അടൂരിലെ വീട്ടിലായിരുന്നു. അമ്മയെ മുൻകൂട്ടി വിവരം അറിയിച്ച ശേഷമാണ് അദ്ദേഹം യാത്ര ആരംഭിച്ചത്. പുലർച്ചെയോടെ അദ്ദേഹം വീട്ടിലെത്തി അമ്മയെ കാണുകയും ചെയ്തു. അടൂരിലേക്കുള്ള രാഹുലിന്റെ യാത്രയെ പോലീസ് അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. നിയമപരമായി ആശ്വാസം ലഭിച്ച ശേഷവും രാഹുൽ പാലക്കാട് വിട്ട് അടൂരിലേക്ക് പോകാൻ തീരുമാനിച്ചത് വീണ്ടും ഒളിവിലേക്ക് പോകാനുള്ള ശ്രമമായി പോലീസ് വിലയിരുത്തുന്നുണ്ട്. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലെ നിരീക്ഷണത്തിലാക്കാൻ പോലീസിന് സർക്കാരിൽ നിന്നും നിർദ്ദേശം ലഭിച്ചിട്ടുമുണ്ട്. ഒളിവിലേക്ക് പോകാൻ രാഹുലിനെ അനുവദിക്കരുതെന്നതാണ് പോലീസിന് സർക്കാരിൽ നിന്ന് ലഭിച്ച കർശന നിർദ്ദേശം. അതുകൊണ്ട് തന്നെ പോലീസ് ഇനി രാഹുലിനെ പിന്തുടരും. പ്രോസിക്യൂഷൻ ആദ്യ കേസിൽ അനുകൂല വിധി പ്രതീക്ഷിക്കുന്ന സാഹചര്യത്തിൽ രാഹുൽ എപ്പോഴും പോലീസിന്റെ റഡാറിൽ തന്നെയുണ്ടെന്ന് ഉറപ്പുവരുത്താൻ കർശന നിരീക്ഷണം
അന്വേഷണമാണ് പോലീസ് ഒരുക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസുകൾ ഒരു തീർപ്പിലെത്താതെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യ ഹർജിയിൽ അനുകൂല വിധി ഉണ്ടായില്ലെങ്കിൽ രാഹുലിനെ അറസ്റ്റ് ചെയ്യും. പ്രോസിക്യൂഷന്റെ ഹൈക്കോടതിയിലെ അപ്പീലും അദ്ദേഹത്തിന് വെല്ലുവിളിയാണ്. നിയമക്കുരുക്കുകൾ ഒരു വശത്ത് തുടരുമ്പോൾ യുവജന നേതാവെന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ പ്രതിച്ഛായയ്ക്ക് ഈ കേസുകൾ വലിയ മങ്ങലേൽപ്പിച്ചു കഴിഞ്ഞു. തൽക്കാലം പാർട്ടി അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും കോടതി വിധികൾക്കെല്ലാം രാഹുലിന്റെ രാഷ്ട്രീയ ഭാവിയെ ബാധിക്കുന്നതാണ്. നിലവിൽ അമ്മയെ കണ്ട ശേഷം പാലക്കാട്ടേക്ക് മടങ്ങാനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പദ്ധതിയിടുന്നത്. എങ്കിലും സർക്കാരിന്റെ കർശന നിരീക്ഷണത്തിൽ അദ്ദേഹത്തിന്റെ അടുത്ത നീക്കങ്ങളെല്ലാം പോലീസിന്റെ നിഴലിലായിരിക്കും. ഈ നിയമ പോരാട്ടങ്ങളുടെ അന്തിമവിധി എന്തായിരിക്കുമെന്ന ആകാംക്ഷയിലാണ് കേരള രാഷ്ട്രീയ ലോകം. രാഹുലിന്റെ ഒളിവ് ജീവിതം, വോട്ട് ചെയ്യാനെത്തിയ നാടകീയതയും അടൂരിലേക്കുള്ള ഒളിച്ചുകളി യാത്രയും ഈ കേസിനെ കൂടുതൽ ശ്രദ്ധേയമാക്കുന്നു.